ഹായ് ഫ്രണ്ട്സ്, ബീവീസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക. അതിൽ ഓൾ എന്നത് സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ബീവീസ് വേൾഡിന് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇന്നൊരു കാലണ്ടർ കുപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കാലണ്ടർ കുപ്പിക്ക് നമുക്ക് വേണ്ടത് ഒരു കലണ്ടറാണ് അല്ലേ. അപ്പോൾ കലണ്ടർ നമ്മൾ പ്രിൻ്റ് ചെയ്തെടുക്കണം. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇതേപോലത്തെ കലണ്ടർ കിട്ടും. അത് പ്രിൻ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൽ ഓരോ മാസങ്ങളും ഇതേപോലെ ചതുരത്തിൽ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ 2021 അതും കട്ട് ചെയ്യുക. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് മണ്ണ് വെള്ളത്തിൽ കലക്കിയ, അതായത് ചളി വെള്ളമാണിത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത്. അതായത് കലണ്ടർ കുപ്പി തയ്യാറാക്കുന്നത് ഇങ്ങനെയാണ്. ഇതൊരു പ്ലാസ്റ്റിക് സഞ്ചിയാണ്. പഴയതായാലും കുഴപ്പമില്ല, ഒരു സഞ്ചി വേണം, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പേപ്പറുകളെല്ലാം ഈ ഒരു ചളി വെള്ളത്തിൽ മുക്കിയെടുക്കണം. ഒരു പഴമയുടെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ പഴയതാകുമ്പോൾ മണ്ണൊക്കെ പുരണ്ട് അങ്ങനെയുള്ളൊരു അവസ്ഥയിലായിരിക്കുമല്ലോ. അപ്പോൾ ഓരോ മാസങ്ങളെയും നമുക്ക് ചളി വെള്ളത്തിൽ മുക്കിയെടുത്ത് നന്നായി ഡ്രൈ ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിലുള്ള എഴുത്തുകൾ, ഡേറ്റ്, മന്തൊക്കെ നമുക്ക് കൃത്യമായി കാണുന്ന രീതിയിൽ അത്രയും ക്ലിയറിൽ കിട്ടണം. അല്ലെങ്കിൽ നമുക്കിത് വായിക്കാൻ പറ്റില്ല. അപ്പോൾ വായിക്കാൻ പറ്റുന്ന അത്രയും നേർപ്പിച്ചിട്ടാണ് വെള്ളം എടുക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് കണ്ടോ. 2021 എല്ലാ മാസങ്ങളും നമ്മളിങ്ങനെ ഡ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ പഴകിയ ഒരു ലുക്ക് കാണുന്നില്ലേ ഇതിന്. ഇനി നമുക്ക് വേണ്ടത് ഒരു മെഴുകുതിരിയാണ്. മെഴുകുതിരി വെച്ചിട്ട് ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കത്തിച്ച് കൊടുക്കണം. ഇതേപോലെ എഴുത്ത് മാത്രം അവിടെ ബാക്കിയാകുന്ന രീതിയിൽ ഇതിൻ്റെ സൈഡൊക്കെ കത്തി അവിടെ ഒരു പാട് ബ്ലാക്ക് കളറിൽ അവിടെ അവശേഷിക്കണം. ആ ഒരു രീതിയിൽ നമുക്കൊന്ന് കത്തിച്ചെടുക്കാം. ശ്രദ്ധിക്കുക, ഡേറ്റും മന്തൊന്നും കത്തിപ്പോവാത്ത രീതിയിൽ ചെയ്തെടുക്കണം. ഇതേപോലത്തെ ബോട്ടിലാട്ട് നമ്മൾ കാപ്പിപ്പൊടി കൊണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ മണ്ണ് വെള്ളത്തിന് പകരം കാപ്പിപ്പൊടി കലക്കിയിട്ടുള്ള വെള്ളം ഉപയോഗിച്ചാൽ മതി, അത്രേ വ്യത്യാസമുള്ളൂ. ഇനി അത് വെച്ചിട്ട് ഇതേപോലെ നമുക്ക് പഴയ ടൈപ്പിലൊരു ബോട്ടിലാട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പഴമയുടെ യഥാർത്ഥ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മണ്ണ് തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ എല്ലാ മാസങ്ങളെയും അതേപോലെ 2021 എന്ന് പറഞ്ഞാൽ അതിനെയും കൂടി ഇതേപോലെ നമ്മൾ സൈഡൊക്കെ കത്തിച്ച് ഒരു ബോർഡർ വരുത്തിച്ച് വെക്കണം. ഇനി നമുക്കൊരു ഇത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊരു ബോട്ടിലാണ് വേണ്ടത്. അപ്പോൾ ഈ ബോട്ടിൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു വലിപ്പമുള്ള ടൈപ്പ് ബോട്ടിൽ എടുക്കണം. അതായത് നമ്മൾ ഈ എല്ലാ മാസങ്ങളെയും ഒട്ടിച്ചെടുക്കാൻ പാകത്തിന് അതിന് വലിപ്പം ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു ബോട്ടിൽ ഞാനിങ്ങനെ ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് തന്നെയാണ് 2 കോട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതെന്ന് പറഞ്ഞാൽ ഫെവിക്കോളും വെള്ളവും തമ്മിൽ മിക്സ് ചെയ്തതാണ്. അപ്പോൾ 2:1 എന്ന് പറഞ്ഞ പ്രപ്പോർഷനിലാണ് മിക്സ് ചെയ്തത്. 2 സ്പൂണ് ഫെവിക്കോളിന് 1 സ്പൂണ് വെള്ളം, ആ രീതിയിൽ മിക്സ് ചെയ്തിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ ഒരു ഓർഡറിൽ ഒട്ടിച്ചു കൊടുക്കണം. അതായത് 1 ജനുവരി അങ്ങനെ ഓരോ മാസങ്ങളായിട്ട് ഇതിങ്ങനെ താഴെയായിട്ട് നന്നായി ഒട്ടിച്ചെടുക്കുക. എല്ലാ സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുക്കണം, അല്ലാതെ ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പം എല്ലാ മാസങ്ങളും ഒട്ടുന്ന അത്രയും സ്പേസ് ഉള്ള കുപ്പിയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ മാസങ്ങളെയും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. മാസങ്ങളെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ മുകളിൽ നമ്മൾ ഈ ഫെവിക്കോളിൻ്റെ ഈ ഒരു മിക്സിനെ പെയിൻറ്റ് ചെയ്യുന്നത് പോലെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനൊരു കോട്ടിംഗ് ആയിട്ട് കിട്ടും. നമ്മൾ പിന്നെ ഒട്ടിച്ചതാണെന്നൊന്നും മനസ്സിലാവില്ല, അത് അവിടെ തന്നെ ഉള്ളതുപോലെ നല്ലൊരു ഫിനിഷിങ് കിട്ടും. ഇതിങ്ങനെ മുഴുവനായിട്ട് പെയിൻറ്റ് ചെയ്യാം. ഇനി ഇതിനെ ഡ്രൈ ചെയ്ത് കൊടുക്കുക. അത് നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കുപ്പി, കലണ്ടർ കുപ്പി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വൂളൻ ത്രെഡോ എന്തെങ്കിലും വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ റിബണ് അതിനൊരു ക്യാപ്പ് പോലെയാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും പീസ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തുകൊണ്ട്
ഇത് ഒട്ടിച്ചെടുക്കുക. ഇവിടെ സൈഡ് പിന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ചൂടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു ക്യാപ്പാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മളെ കാലണ്ടർ കുപ്പി റെഡി ആയിട്ടുണ്ട്. ഒരു പഴയ ലുക്കിലുള്ള ഈ ഒരു കാലണ്ടർ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.